നിങ്ങൾക്ക് പലർക്കും അറിയാം പാപം ചെയ്യരുതെന്ന്, പക്ഷെ പാപം ചെയ്തു പോകുക. നിങ്ങൾക്ക് പലർക്കും അറിയാം കുറ്റം ചെയ്യരുത്, പക്ഷെ കുറ്റം ചെയ്തു പോകുക. ഒരു നായ കുരയ്ക്കല്ലെന്ന് ആഗ്രഹിച്ചാലും കുരയ്ക്കുന്നത് പോലെ പാപം ചെയ്യരുതെന്ന് ആഗ്രഹിച്ചാലും പാപം ചെയ്യുന്നവരെ ആ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ യേശുക്രിസ്തുവിലേക്ക് തിരിച്ചുകൊള്ളുന്നതിന് അവൻ നമുക്ക് ആശ്വാസ കാലങ്ങളെ നൽകിത്തരും. നമ്മുടെ കഴിഞ്ഞകാല പാപങ്ങളെ അവൻ മായ്ക്കും. പ്രിയപ്പെട്ടവർ, ഞങ്ങളൊക്കെ ആരായിരുന്നു നിങ്ങൾക്കറിയാമോ? ഈ ലോകത്തിലെ ഏറ്റവും കൊടിയ പാപികളായിരുന്നു ഞങ്ങളെ പോലെ പാപം ചെയ്തവരാരുണ്ട് പ്രിയപ്പെട്ടവരെ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ നാളിൽ അവന്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ച് മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന് മുമ്പിൽ നിന്ന് കുറ്റമറ്റ ഒരു മനസാക്ഷി തന്നിരിക്കുന്നു. എന്റെ പേര് വിജയഗോപാൽ. അഹങ്കാരത്തോടു കൂടെ കടന്നുപോയി 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ധ്യാസമയം 2002 ഡിസംബർ 27 വൈകിട്ട് ഞാനൊരു തീരുമാനമെടുത്തു. ഇന്ന് രാത്രി ഒരു തുണ്ട് കയറിൽ എന്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന്. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ടും തീരുമാനിച്ചുറച്ചപ്പോൾ എന്റെ ഭാര്യ അറിഞ്ഞില്ല, എന്റെ കുഞ്ഞറിഞ്ഞില്ല, എന്റെ കൂട്ടുകാരറിഞ്ഞില്ല, യാചകന്മാരും തൊട്ട് MLA വരെമാരെ എനിക്ക് സ്നേഹിതന്മാരുണ്ടായിരുന്നു. അവരാരും എന്റെ വേദന തിരിച്ചറിഞ്ഞില്ല. എന്നാൽ കിലോമീറ്റർ അകലെ നിന്ന് യാക്കോബയ സഭയെ വിട്ട് പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും കള്ളി ഉപദേശങ്ങളെ വിട്ട് ബൈബിളിലേക്ക് തിരിഞ്ഞ് കപ്പ്യാര് പദവി വേണ്ടാന്ന് വെച്ച് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വന്ന മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യൻ എന്നെ തേടി കടന്നു വരികയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, വിജയ, നീ പുറമെ സന്തോഷവാനാണെങ്കിലും നിന്റെ ഉള്ളം മരിച്ചാൽ മതിയെന്നായിട്ടില്ലയോ? ഞാൻ പറഞ്ഞു, മരിപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു. അന്ന് അദ്ദേഹം യേശുക്രിസ്തുവിന്റെ വചനം പറഞ്ഞു, ഇപ്പോഴോ യാക്കോബയെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നീ പുഴയിൽ കൂടി കടക്കുമ്പോൾ പുഴ നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല. തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണന് പകരം ജാതികളെ തരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ വചനമാണ് 23 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നിന്ന് ഈ ദൈവസ്നേഹം പ്രസംഗിപ്പാൻ എന്നെ യോഗ്യനാക്കി തീർത്തത്.